ഞാനുണ്ട്. എന്നെ അനുക്കുട്ടി വന്ന് ബഹിരാകാശത്ത് നിന്ന് ഇറക്കും. ഐ ട്രസ്റ്റ് മൈ അനുക്കുട്ടി. ഞങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു അമളികളുടെയൊക്കെ കാര്യം പറയായിരുന്നു നടക്കുന്നത്. എല്ലാം നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ചാ മതി മോളെ. ഇതാണ് നമ്മള് എവിട്ടായ ആദില ഗ്രാൻഡ് ഫിനാലിന്റെ പടിവാതില് കാണാൻ പറ്റുമോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇപ്പൊ ആരാണ് താരം? അനുമോളൊന്നല്ല താരം. അനുമോള് വേറെ രീതിക്ക് താരാണ്. പക്ഷെ ബഹിരാകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ആദിലക്കുട്ടിയാണ്. ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാണ്. എന്നെ അനുക്കുട്ടി വന്ന് ബഹിരാകാശത്ത് നിന്ന് ഇറക്കും. ഐ ട്രസ്റ്റ് മൈ അനുക്കുട്ടി. നടപ്പില്ല, ഈ ജന്മത്തിൽ ഇനി നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ നീ ഞാൻ ഇതിൽ ബിഗ് ബോസ് കഴിഞ്ഞു. വാ 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 താഴ്ത്തിറങ്ങ്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. മേ ബി ഗെയിം ആയിട്ടായിരിക്കും. എക്സാക്ട്ലി. ഗെയിം ഒക്കെ കഴിഞ്ഞാൽ നല്ല സ്വഭാവമായിട്ടും തിരിച്ചു വരുമായിരിക്കും. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. പക്ഷെ എന്നോട് എന്നോട് പറഞ്ഞത് പുറത്തിറങ്ങിയാല് ആദ്യമായിട്ട് കൂട്ടുവെക്കൂല. സത്യമായിട്ടും അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. അത് ചിലപ്പോ വന്നവരുടെ ഗെയിം ആയിരിക്കും. അയ്യടാ, ഇപ്പൊ അങ്ങനെ ആയോ? ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കുറ്റസമ്മതം നടത്തി തടുത്തപ്പാണെന്ന് നീ കരുതണ്ട. അല്ല, ഗെയിം കളിച്ച ആൾക്കാരുണ്ട് കേട്ടാ. ഞാനിപ്പോ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? എന്നിട്ട് തകർത്തെറിഞ്ഞു പോയ ആൾക്കാരുണ്ട്.